പോത്തൻ സിസ്റ്ററുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നെല്ലിക്ക അരിഷ്ടമാണ്. വീട്ടിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാൻ 4 കിലോ നെല്ലിക്കയാണ് എടുത്തിരിക്കുന്നത്. നന്നായിട്ട് കഴുകിയതിന് ശേഷം ഞാൻ വെയിലത്ത് വെച്ചിരുന്നു. പെട്ടെന്ന് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം ഒരു ടവൽ കൊണ്ട് നമുക്ക് ഇതേപോലെ ഒന്ന് തുടച്ചെടുക്കാം. അതിലൊട്ടും ജലാംശം പാടില്ല. ഇപ്പോൾ എല്ലാം നന്നായിട്ട് തുടച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ ജീരകവും 2 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകവും 2 ടേബിൾ സ്പൂൺ കരിഞ്ജീരകവും കൂടിയാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്ക് ചെറു തീയിലിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. ഇത് ചെറിയ ക്വാണ്ടിറ്റിയിലും ഉണ്ടാക്കാം. 1 കിലോ നെല്ലിക്കയ്ക്ക് 750 ഗ്രാം ശർക്കരയും ജീരകവും പെരിഞ്ജീരകവും കരിഞ്ജീരകവും 1/2 ടേബിൾ സ്പൂൺ അളവിൽ എടുത്ത് പൊടിച്ച് നിങ്ങൾ ചേർത്ത് കൊടുത്താൽ മതി. നന്നായിട്ട് മൂത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ഇത് തണുത്തതിന് ശേഷം നമുക്ക് മിക്സിയിലിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം. നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. തരിതരിപ്പോടുകൂടി പൊടിച്ചെടുത്താൽ മതി. 3 കിലോ ശർക്കരയാണ് എടുത്തിരിക്കുന്നത് 4 കിലോ നെല്ലിക്കയ്ക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഇതേപോലെ ഒന്ന് ചീകിയെടുക്കുക. ഇല്ലെങ്കിൽ നല്ല കട്ടിയുള്ളൊരു കവറിലിട്ടിട്ട് ഇതേപോലെ നമുക്കൊന്ന് ഇടിച്ച് നന്നായിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. വലിയ കഷ്ണങ്ങളുണ്ടെങ്കിൽ നമുക്കതൊന്നും കൂടെ ഒന്ന് ചെറുതാക്കി കൊടുക്കണം. നെല്ലിക്ക അരിഷ്ടത്തിന് വേണ്ടിയിട്ട് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ഭരണിയാണ് വേണ്ടത്. ഞാനൊരു കുപ്പി ഭരണിയാണ് എടുത്തിരിക്കുന്നത്. നന്നായിട്ട് കഴുകി വെയിലത്ത് വെച്ച് ഉണക്കി എടുത്തിട്ടുള്ളതാണ്. ഒട്ടും വെള്ളം പാടില്ല. നന്നായിട്ട് ഒന്ന് തുടച്ചും കൂടെ കൊടുക്കണം. അതിനുശേഷം നമുക്ക് ഓരോരോ ലെയറായിട്ട് വേണം ഇത് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ആദ്യം നെല്ലിക്ക ഇട്ട് കൊടുക്കാം. അതിനുശേഷം പൊടിച്ചു വെച്ചിരിക്കുന്ന ശർക്കര ചേർത്ത് കൊടുക്കാം. അതിന് മുകളിലായിട്ട് കുറച്ച് നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. ഇതേപോലെ നമുക്ക് ഫുള്ള് ലെയർ ചെയ്തെടുക്കാം. ഞാൻ 2 കുപ്പി ഭരണികളിലാക്കിയായിട്ടാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ ഏറ്റവും അവസാനം വരുമ്പോഴേക്കും അതിൻ്റെ മുകൾ ഭാഗത്ത് ശർക്കര വേണം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഈ ഗ്ലാസ് ഭരണി നമുക്കൊന്ന് അടച്ചു കൊടുക്കാം. അതിനുശേഷം നല്ല കട്ടിയുള്ളൊരു തുണി ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് കെട്ടിവെക്കാം. ഇനി ഇതൊരു 45 ദിവസത്തോളം നമ്മൾ അനക്കാതെ വെക്കണം. ഒരു കബോർഡിനുള്ളിൽ വെച്ച് കൊടുക്കുക. വെയിലൊന്നും തട്ടാത്തടുത്ത് വേണം നമ്മളിത് വെക്കാൻ വേണ്ടിയിട്ട്. $45 ദിവസം കഴിഞ്ഞ് എടുത്തതാണ്. ഇനി ഇത് നമുക്കൊന്ന് തുറന്ന് നോക്കാം. നമ്മളിട്ടിരുന്ന ശർക്കര എല്ലാം നന്നായിട്ട് അലിഞ്ഞു വന്നിട്ടുണ്ട്. നമ്മൾ നെല്ലിക്ക എടുത്ത് നോക്കുമ്പോഴേക്കും നെല്ലിക്ക വളരെ കട്ടിയായിട്ടാണ് ഇരിക്കുന്നത്. അതുപോലെ കഴിച്ച് നോക്കുമ്പോൾ നെല്ലിക്കയുടെ ടേസ്റ്റ് ഒന്നും ഇതിനുണ്ടാവില്ല. ഇനി നമുക്കൊന്ന് അരിച്ചെടുക്കാം. ഞാൻ ആദ്യം വലിയ അരിപ്പയിലൂടെയാണ് അരിക്കുന്നത്. ഇനി ഇതൊന്ന് ചെറിയ അരിപ്പയിലൂടെയും കൂടെ ഒന്ന് അരിച്ചെടുക്കാം. നമ്മളിട്ടിരുന്ന പൊടിയൊക്കെ തരിതരിപ്പായിട്ടല്ലേ പൊടിച്ചത്. അതുകൊണ്ട് അത് കുറച്ചും കൂടി ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് ചെറിയ അരിപ്പയിലൂടെ അരിക്കുന്നത്. ഇനി നേരത്തെ ഉപയോഗിച്ചിരുന്ന തന്നെ ഒരു ഗ്ലാസ് ഭരണി ഞാനൊന്ന് തുടച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. 2-3 ദിവസം കഴിയുമ്പോഴേക്കും ഇതിൻ്റെ മട്ടൊക്കെ അടിഞ്ഞ് നല്ല ക്ലിയർ ആയിട്ട് കിട്ടും. വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള ഒരു റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടുത്തൊരു റെസിപ്പിയായിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.